ഹായ്. ഇന്ന് എൻ്റെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നപ്പോൾ നല്ല ചുറുക്കിൽ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു കേട്ടോ. ആ മരത്തുമ്പോൾ ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. ഇതൊരു മുള്ളില്ലേ പൂവാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ചെടിമ നിറയെ മുള്ളാണ്. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ചെടിക്കൊക്കെ. ചെടിക്ക് വെള്ളം ഒഴിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത തൊടിയിൽ കുറേ മാന്തളനാരങ്ങ ഉണ്ടായത് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്ന് ഒന്നറുത്തെങ്കിലോ വിചാരിച്ച് ഒന്നറുത്തു കേട്ടോ. ഒരുപാട് മാന്തളനാരങ്ങ ഉണ്ട് കേട്ടോ. അതുമേ ഒന്നറുത്തിട്ട് ഞാൻ അതും കൊണ്ട് വീട്ടിൽ വന്നു കേട്ടോ. നമുക്കിത് വെറുതെ അങ്ങനെ കഴിക്കാം, അച്ചാറിട്ട് കഴിക്കാം, ജ്യൂസ് അടിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഒരു പിങ്ക് കളറിലാണ്. നല്ല മധുരമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അറക്കലുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനും നല്ല രസമാണ്. ഇന്ന് ഞാൻ അച്ചാറാട്ടോ ഇടുന്നത്. ഇതിൻ്റെ തൊലി ഒരു സ്പോഞ്ച് മാതിരി കേട്ടോ. അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ പിച്ചി ചീന്തി എടുത്ത് ഇതിൻ്റെ ഇതളകളൊക്കെ ഇങ്ങനെ വേറെടുത്തി ഇടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ഇതളകളൊക്കെ ഇങ്ങനെ എടുത്തുട്ടാ ഞാൻ. എന്നിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ പറന്ന് കൊടുക്കുന്നത്. അതിലോട്ട് കടുക്, കറിവേപ്പില അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതൊക്കെ പൊട്ടി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ, അങ്ങനെ ചതച്ചിട്ടുള്ളൂ. അത് അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നടു കീറിയിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ മാന്തളനാരങ്ങ അങ്ങനെ ഇതാക്കി വെച്ചിരുന്നല്ലോ, അത് അതിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് അച്ചാർ പൗഡർ കേട്ടോ, അതിട്ട് കൊടുത്തു. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തു. അപ്പം അതാ നല്ല ആയിട്ടുണ്ട്. അതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ ഒരു 5 മിനിറ്റൊക്കെ. അതിന് ശേഷം ഒന്ന് തുറന്നു നോക്കി. ആഹാ, നല്ല സ്മെല്ലും ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കേടുകൂടാതെ തന്നെ ഒരു ആഴ്ചയോളം നമുക്ക് പുറത്ത് വെക്കാം. അത് കഴിഞ്ഞ് ചാമ്പക്ക നമ്മുടെ തൊടിയിൽ തന്നെ അറുത്തുകൊണ്ട് വന്നതാട്ടോ. അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളിൽ ചില ചാമ്പക്കൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് കഴിച്ചു നോക്കുക കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ മാറ്റി അതിൻ്റെ ഉള്ളിലത്തൊക്കെ മാറ്റിയിട്ട് നല്ലതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.